അന്ന് രാവിലെ തന്നെ അതാ ഷാമിലിൻ്റെ പെങ്ങൾ ഷാമിലിനെ വിളിച്ചു. ഹലോ മോനെ, നീ പോകുന്നില്ലേ? ഇത്ത ഞാൻ എന്താടാ പൊയ്ക്കോ. അവൾ അങ്ങനെ പറഞ്ഞല്ലേ, അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. ചെല്ല്, വേഗം ചെല്ല്. അവിടെ നിക്കാഹിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി നമ്മുടെ ഒരു സാന്നിധ്യം അറിയിക്കുന്നത് നല്ലതല്ലേ ഇത്ത. ഞാൻ അതിനെന്ത് സാരല്ല, എന്തൊക്കെ തന്നെയാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഒന്നുമില്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിലും കൂടിയിട്ട് അവളുടെ വിവാഹത്തിന് പോയ അവൾക്കൊരു സന്തോഷമായിരിക്കും നിന്നെ കാണുമ്പോഴേ. അല്ലാതെ പോകാതിരുന്നാൽ ആകപ്പാട് ടെൻഷനായിരിക്കും. പോകാതിരുന്നാൽ വിചാരിക്കും മനസ്സിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. പക്ഷെ പോയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു വാടാ. അതിനെന്താ, നിങ്ങൾ ഒരുമിച്ച് ഗൾഫിലൊക്കെ നിന്നതല്ലേ, പിന്നെ ഇപ്പം എന്താ. ശരിക്കും പെങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അവൻ പറഞ്ഞു, ഇത്ത അതെങ്ങനെ, എനിക്കതിന് കഴിയോ? ആര് പറഞ്ഞു നിനക്ക് കഴിയില്ലാന്നേ? നിനക്ക് അതിന് കഴിയും. ചെല്ല്, നീ ചെല്ലടാ. ഇത്ത എനിക്ക് അവൾ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഇത്ത. അത് സാരല്ലടാ, എന്തായാലും നീയായിട്ട് പറഞ്ഞതല്ലേ, സാരല്ല, നമുക്ക് ഞാൻ വേറെ നോക്കാമെന്നേ ഇൻഷാ അല്ലാ. എന്നാലും നീ ചെല്ല്. നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ പോകും, സ്നേഹമില്ലെങ്കിൽ നീ പോവില്ല. പെങ്ങളുടെ വാക്ക് കേട്ട് അവനാകെ തളർന്നു പോയി. ഞാൻ നോക്കട്ടെ. എന്നാൽ അതെ, പെങ്ങളുടെ വാക്ക് മനസ്സിലേക്ക് കടന്നു വന്നു. സ്നേഹമുണ്ടെങ്കിൽ പോകും, സ്നേഹമില്ലെങ്കിൽ പോവില്ല. ബുഷി, എനിക്ക് എൻ്റെ കുട്ടിയോട് അത്രയ്ക്ക് സ്നേഹമാണ് മുത്തേ, ഒത്തിരി ഒത്തിരി സ്നേഹമാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നീ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വന്നാൽ നീ ഇടങ്ങാറാവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് നിന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്, അല്ലാതെ നിന്നെ ഇഷ്ടമല്ലായിട്ടല്ല ഒരിക്കൽ പോലും. ഷാമിൽ വിതുമ്പി കരയുന്നു. മോനെ മോനെ. അതാ ഉമ്മയുടെ വിളി കേൾക്കുന്നു. മാജിയുമ്മ അങ്ങോട്ട് വന്നു. മോനെ, മോനെന്താ ചായ കുടിക്കാനൊന്നും വരാത്തത്? ഉപ്പയെ വിളിക്കാൻ കുട്ടികളോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. മോനെന്താ ഇക്കാക്കയെ വിളിക്കാൻ പറഞ്ഞിട്ട് അവിടെ അപ്പുറത്ത് ഇരിക്കാന്നല്ല പറഞ്ഞത്? എന്തു പറ്റി മോനെ? എന്നാൽ പെട്ടെന്നാണ് ഉമ്മയുടെ മുഖത്തേക്ക് അവൻ നോക്കിയത്. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. മോനെ ചെല്ലടാ, മോൻ വാ, ചായ കുടിക്കാൻ വാ. അവർ വേഗം അടുക്കള ഭാഗത്തേക്കൂടെ അങ്ങോട്ട് തന്നെ പോയി. എന്നാൽ ഉമ്മ അതാ ഡൈനിങ് ടേബിളിൽ ചായയും കടിയും കറിയും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഉപ്പ സന്തോഷത്തോടു കൂടി കഴിക്കുവാൻ ഒരുങ്ങുന്നു. മോനെ എവിടെയായിരുന്നടാ നീ, എത്ര വിളിച്ചു? ഉപ്പ അത് ഞാൻ മോനിരിക്കെ ഉപ്പ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. മോനെ അങ്ങനെ ചെയ്യല്ല, എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ കഴിക്ക്. ഞാൻ ആ ഇത്തയോടും കുറേ പറഞ്ഞതാണ് നമ്മളെ കൂടെ ഇരുന്ന് കഴിക്കാൻ, അതിനിപ്പോൾ എന്താ. പക്ഷെ അവർ വരില്ല. എന്തായാലും മോന് കഴിക്ക്. മനമില്ല മനസ്സോടുകൂടെ അതാ നമ്മുടെ ഷാമിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. അവനൊന്ന് ഭക്ഷണം കഴിക്കുവാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അത് വിവാഹപ്പന്തൽ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ബുഷി മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന സമയം, അവളുടെ പുതുമണവാളൻ കാറിൽ അതാ ഇറങ്ങി വരുന്ന സമയം. അതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ നല്ല ടെൻഷനാണ് തോന്നിയത്. മോനെ കഴിക്ക്, ഉപ്പയും പറഞ്ഞു. മനമില്ല മനസ്സോടുകൂടെ 2 പത്തിരിയിട്ട് കുറച്ച് കറിയും ഒഴിച്ച് അവൻ കഴിച്ചു. എന്താ മോനെ, മതിയായി നിർത്തിയോ? മതി ഉപ്പ. എന്നാൽ ഈ സമയം അതാ അവൻ കൈ കഴുകാൻ പോയപ്പോഴേക്കും ഉമ്മ, അല്ല മോനെ, മോൻ എത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? എന്താ മോനെ, മോനിങ്ങനെ കുറച്ചുകൂടി കഴിക്ക്. എന്ത് പറ്റി മോൻക്ക്? എന്നാൽ എളാമയോട് കാര്യങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചു. ഉമ്മ, അത് ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്. കല്യാണോ മോനെ? ആ അതെ, ഞാൻ ബുഷി എന്ന പേരുള്ള ആ പെൺകുട്ടിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അവളുടെ കല്യാണം. മോൻ എന്നിട്ട് പോകുന്നില്ലേ? ഞാൻ എന്തോ ഉമ്മ ചെയ്യുക, എനിക്കതിന് കഴിയില്ല. മോനെ, മോൻ ചെല്ലേ. കാരണം ഒരു പക്ഷേ ആ കുട്ടി നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നിന്നൊരു പക്ഷേ കണ്ട് അവളുടെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ. ചെല്ലു, പോയിക്കോ. നമ്മൾ ക്ഷണിച്ചാൽ പോകാതിരിക്കരുത്. ഉമ്മ എന്നെ 2 പ്രാവശ്യം അവൾ വിളിച്ചിരുന്നു. ആയിക്കോട്ടെ, അതിനെന്താ മോനെ, മോൻ ചെല്ലണം. അങ്ങനെയതാ ബുഷിയുടെ കല്യാണത്തിന് വേണ്ടി പോകുവാൻ അവൻ ഒരുങ്ങുകയാണ്. അവൻ കുളിക്കുമ്പോൾ അവൻ്റെ തലയിലൂടെ ഷവറിട്ട് വെള്ളമൊഴുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൂടെ കണ്ണുനീരും ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അതെ, ആ ചുടു കണ്ണുനീരും ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ബുഷി, എന്നോട് ക്ഷമിക്കണം മുത്തേ, സോറി. എന്നാൽ അവൻ അതാ കുളിച്ചൊരുങ്ങി. അവന്
തീരെ ഒരു താല്പര്യമില്ലായിരുന്നു എങ്ങനെ മാനേജ് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അവൻ നേരെ കല്യാണത്തിന് വേണ്ടി പോകുവാൻ വേണ്ടി കാറിൽ കയറി. ഇത്ത പോരുന്നുണ്ടാവോ? ഇല്ല, ഉണ്ടായിരിക്കില്ല ഇനിയിപ്പോൾ. എന്നാൽ അവൻ പോകുന്ന വഴിയിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി. അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും? എന്ത് കൊടുക്കാനാണ് എനിക്കൊന്നും കൊടുക്കാനില്ല അവൾക്ക്, അല്ലെങ്കിൽ എന്ത് കൊടുക്കാനാ? എങ്കിലും ഒരു ഓർമ്മക്കായിട്ട് ഫോണിലുണ്ടായിരുന്ന അവളുടെ ഫോട്ടോ വെച്ച് ഒരു ഫ്രെയിം സെറ്റാക്കി. ഇത് എന്തിനുള്ളതാണ്? ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ളതാണോ? അല്ല, പിന്നെന്താ? വെഡ്ഡിങ് 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 അപ്പോൾ അതല്ല, ഇവരുടെ കൂടെയുള്ള ഗ്രൂമിൻ്റെ ഫോട്ടോ കിട്ടിയില്ലല്ലോ. അതെനിക്കറിയില്ല. ഇത് ഒന്ന് സെറ്റാക്കി തരുമോ? ഞങ്ങൾ സെറ്റാക്കി തരാം, നോ പ്രോബ്ലം. അല്ലേ, സാധാരണ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേ, അല്ല വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്നല്ല, വെഡ്ഡിങ്ങിന് കൊടുക്കുമ്പോഴും നമ്മൾ അവരുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അത് സാരല്ല, ആ ഫോട്ടോ മതി. എന്നാൽ അവൻ്റെ ആ ഒരു വിഷാദമായ അവസ്ഥ കൂടി കണ്ടപ്പോൾ ഷോപ്പിലെ ആൾ ചോദിച്ചു, അതെന്താ ഇഷ്ടപ്പെട്ട കുട്ടിയുടെ കല്യാണമാണോ? അങ്ങനെയൊന്നും. കുഴപ്പമില്ല. അങ്ങനെ അവർ ഫോട്ടോ പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കുന്നു. അതെ, ബുഷിയുടെ മനോഹരമായ ഫോണിലുണ്ടായിരുന്ന ആ ഒരു അറബി ഉമ്മയുടെ വീട്ടിൽ നിന്നുള്ള ആ ഒരു ഫോട്ടോ, അതായിരുന്നു ഫ്രെയിമായിട്ട് കൊടുത്തത്. അതൊരു ഓർമ്മകളായിരുന്നു. ആ ഫോട്ടോയിൽ ആ ഓർമ്മകളുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, അവൾ ആദ്യമായി കണ്ട നിമിഷത്തെ ഫോട്ടോയായിരുന്നു. അതെ, ആ ഭാഗത്ത് ആ സ്ഥലത്ത് നിന്നാണ് അവൾ ആദ്യമായി കണ്ടത്. ആ ഒരു ഫോട്ടോ അവൾക്ക് വേണ്ടി അവൻ തന്നെ ഫ്രെയിം ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അല്പസമയത്തിന് ശേഷം അവൻ വിവാഹം നടക്കുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തി. എന്നാൽ അവന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്നാൽ അവിടെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അജ്മലും ഒരു ഭാഗത്തായിട്ട് അവൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു. ശരിക്കും അജ്മൽ ഷാമിലിനെ കണ്ട നിമിഷം, ഷാമിൽ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അജ്മൽ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, അജ്മലിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇവൻ എന്തിനു വന്നു? ഇവനെ ആര് ക്ഷണിച്ചു? അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ വിവാഹം കുളമാക്കാൻ വന്നതായിരിക്കുമോ? അവളെ സ്നേഹിച്ചിരുന്നു പണ്ട്, പക്ഷെ പെട്ടെന്ന് അവൻ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വേറെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പിന്തള്ളി പറഞ്ഞ അവനിപ്പോൾ വിവാഹത്തിനും വന്നിരിക്കുന്നു ഒരു ഗിഫ്റ്റുമായി. അജ്മൽ അവനെ സൂക്ഷിച്ചു നോക്കി, എങ്ങോട്ടാ എന്നുള്ള രീതിയിൽ. എന്നാൽ ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോകുകയായിരുന്നു അജ്മലിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ. കാരണം എല്ലാത്തിനും താങ്ങായും തണലായും കൂടെ നിന്നിരുന്നു. ഹംദയെ വിവാഹം കഴിപ്പിക്കുവാനും എല്ലാത്തിനും അവളെ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോരുവാനും നേരെ അവർ രണ്ടുപേരെയും ഒരുമിപ്പിക്കുവാനും എപ്പോഴും ഹെൽപ്പ് ചെയ്തതാണ്. ആ അജ്മലത തന്നെ രൂക്ഷമായി നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഷാമിൽ, എന്താ ഷാമിൽ, എന്താടാ സ്വപ്നലോകത്തായോ? അജ്മലിൻ്റെ ആ ഒരു സാമീപ്യം, അല്ല, ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. പക്ഷേ അജ്മലിൻ്റെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നു ഷാമിൽ വിചാരിച്ചത്. തീർച്ചയായും അവൻ വളരെയധികം മോശമായ രീതിയിൽ തന്നോട് പെരുമാറും എന്നതായിരുന്നു വിചാരിച്ചത്. എന്നാൽ അജ്മൽ ഷാമിലിനെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഷാമിൽ, അജ്മൽ, സാരല്ലടാ, നമുക്ക് വിധിച്ചേലുണ്ടാവുള്ളൂ, സാരല്ല, കയറ്, വാ, ഡ്രിങ്ക് കുടിക്ക്, വാ, അകത്തേക്ക് വാ. സ്നേഹത്തോടെ അജ്മൽ അവനെ സ്വീകരിച്ചു. നേരെ വെൽക്കം ഡ്രിങ്കിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അല്ല, ഞാൻ കുടിച്ചോളാം, അജ്മൽ അവിടെ നിന്നോളൂ, എല്ലാവരെയും സ്വീകരിക്കുക. കുഴപ്പമില്ല. ഫോട്ടോഗ്രാഫർ, 1 ഫോട്ടോ. അങ്ങനെ അവർ ഒരുമിച്ച് കൈപിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഫോട്ടോ എടുപ്പിക്കുന്നു അവനെ കൊണ്ട്. ഫോട്ടോഗ്രാഫർ അത് ശരിക്കും അവൻ്റെ ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ശരിക്കും ഷാമിലിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്നാൽ ഷാമിൽ വിചാരിച്ചത് അങ്ങനെയൊന്നുമല്ല, അജ്മൽ എന്നോട് മോശമായി പെരുമാറുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അത്യധികം സ്നേഹത്തോടെയായിരുന്നു. എന്നാൽ ഷാമിലിൻ്റെ കൈകൾ അജ്മൽ മുറുകെ പിടിച്ചിരുന്നു. ഷാമിൽ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഈ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സിലത്തെ ആഗ്രഹമായിരുന്നു നീയുമായി എൻ്റെ പെങ്ങൾ കല്യാണം നടക്കണമെന്ന്. സത്യമായിട്ടടാ,
ഇവർ ഡോക്ടറാണ്, ഡോക്ടേഴ്സ് ഫാമിലിയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് കണ്ടറിവുള്ള ഒരാളുകളാവുമ്പോഴേ ഏറ്റവും നല്ലത് അതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നിൻ്റെ സ്വഭാവവും കാര്യങ്ങളും അതെല്ലാം ഏറ്റവും എൻ്റെ പെങ്ങൾക്ക് അനുയോജ്യമായതാണ് എന്നും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ. എന്നാൽ അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷാമിലിൻ്റെയും. സാറില്ലടാ, പോട്ടെ, എന്ത് ചെയ്യാം. എന്നാൽ ഷാമിൽ പറഞ്ഞു, അതെ, ബുഷിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ അപ്പോൾ തന്നെ അജ്മൽ ഷാമിലിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നേരെ അതാ പെങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. ബുഷി, ബുഷി. ആ ആൾത്തിരക്കിനിടയിൽ അവൻ വിളിച്ചു. ബുഷി തിരിഞ്ഞു നോക്കി. മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു പുതുപെണ്ണ്. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. അതെ, ബുഷിയുടെ മുഖം കണ്ടാൽ അറിയാം അവളുടെ മുഖം വല്ലാതെയായിരിക്കുന്നു. അവൾക്ക് സന്തോഷമില്ല അവളുടെ മുഖത്ത്. എന്നാൽ ഷാമിലിനെ പെട്ടെന്ന് കണ്ട ബുഷിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അവൾ ഓടി വന്നു. എന്നാൽ അജ്മൽ പറഞ്ഞു, മോളെ, ഷാമിൽ നിന്റെ വിവാഹത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ അവനക്ക് ഫുഡ് കൊടുക്കട്ടെ. എന്നാൽ ഷാമിൽ പറഞ്ഞു, അജ്മൽ ഇപ്പോൾ വേണ്ട ഫുഡൊന്നും. അവളുടെ ആ മുഖം കണ്ടപ്പോൾ അവന് വല്ലാത്ത വിഷമമാണ് തോന്നിയത്. അവളുടെ മുഖം ഒരിക്കലും സന്തോഷത്തിലല്ല, സമ്പൂർണ്ണമല്ല. അവൾ ഹാപ്പിയല്ല എന്ന് നന്നായിട്ടറിയാം. എന്നാൽ അജ്മൽ പറഞ്ഞു, ഷാമിൽ, അവള് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിപ്പോയി, സാരല്ല. പിന്നെ ഷാമിൽ, ഫുഡ് കഴിക്കാൻ വാ. ഇപ്പോൾ വേണ്ട ജിമൽ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നാൽ ശരിക്കും അവൾക്ക് ഷാമിലിനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഞാൻ അവനോട് എന്ത് പറയാനാണ്? അവളുടെ കണ്ണുകളിൽ ഒരുപാട് തന്നോട് എന്തൊക്കെയോ പറയാൻ നിൽക്കുന്നത് ഷാമിലും ശ്രദ്ധിച്ചു. അതെ, അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അതെല്ലാം അവളുടെ കണ്ണുകളിലൂടെ എനിക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഡോക്ടറുമായുള്ള വിവാഹത്തിന് അവൾക്ക് താല്പര്യമില്ലെന്നും ഇപ്പോഴും ഇഷ്ടം ഷാമിലിനെയാണെന്നും എന്നതായിരിക്കും ഒരു പക്ഷേ അവൾക്ക് പറയാനുണ്ടായിരുന്നത്. എന്നാൽ ഷാമിൽ അത് നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ എന്തൊക്കെയോ തന്നോട് പറയുന്നുണ്ട്. പക്ഷേ അവൾ സംസാരിക്കുന്നില്ല. എന്നാൽ അജ്മൽ പറഞ്ഞു, മോളെ ബുഷി, എന്തെങ്കിലും അവനോട് പറ. എന്നാൽ വിറക്കുന്ന കൈകളുമായി ആ ഗിഫ്റ്റ് അവൾക്ക് വേണ്ടി അവൻ നീട്ടി. അവളുടെ മനസ്സാകെ പതറിപ്പോയി. ആ നിമിഷം തന്നെ അവൾ ആ ഗിഫ്റ്റ് വാങ്ങി ഓപ്പൺ ചെയ്ത് നോക്കി. അറബിയമ്മയുടെ വീട്ടിലെ ആ ഒരു മനോഹരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് താൻ നിൽക്കുന്ന ഫോട്ടോ, അത് അന്ന് ഷാമിലെടുത്ത ആ ഒരു ഫോട്ടോയായിരിക്കും. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. അതെ, വളരെയധികം സന്തോഷമുള്ള, സമാധാനമുള്ള നിമിഷങ്ങളായിരുന്നു അത്. ആ നിമിഷത്തെ ഒരു ഫോട്ടോയാണ് എനിക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അവൾ നേരെ അത് അജ്മലിന് വേണ്ടി കൊടുത്തു. ഇക്ക, ബുഷി, നിൻ്റെ ജീവിതത്തിൽ നീ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോയായിരിക്കും അല്ലേ ഇത്. ഈ ഒരു ടൈം എന്ന് വെച്ചാൽ അതാണ് അവൻ നിനക്ക് വേണ്ടി തന്നിരിക്കുന്നത് അല്ലേ. ഞാൻ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ തന്നെ അവൻ ആ ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുപോയി വെച്ചു. ശരിക്കും അവൾക്ക് അതിലേക്ക് വീണ്ടും വീണ്ടും നോക്കുവാൻ വേണ്ടി തോന്നി. അറബിയമ്മയുടെ വീട്ടിലെ ആ നിമിഷങ്ങൾ അതൊരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ്. അത് വളരെയധികം ഭംഗിയുള്ളതാണ്. അത് വളരെയധികം ഓർക്കാൻ എന്നെന്നും പുതുമയുള്ളതുമാണ്. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ ആരൊക്കെ വിളിച്ചു പറയുന്നു, പുതിയാപ്ല വരുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ അത് കേട്ടപ്പോൾ ശരിക്കും ബുഷിയുടെ വയറൊന്ന് കാളി. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നാൽ ഷാമിൽ അവളോട് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, സമ്മതമാണ് എന്നുള്ളത്. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും തോഴിമാരെത്തി. അതെ, എന്താ പുതിയാപ്പിള വരിക എന്ന് പറഞ്ഞിട്ടൊരു സന്തോഷമില്ലാത്തത്? ഇങ്ങനെ എന്താ ഹാപ്പിനെസ് ഒന്നില്ലാത്തത്? ശരിക്കും ബുഷി കരയുകയായിരുന്നു. അയ്യേ, കരയേ, കല്യാണത്തിൽ നിന്ന് ആരെങ്കിലും കരയോ? അതൊക്കെ പണ്ടത്തെ കാലത്തെ മോഡലല്ലേ, ഇപ്പോഴാരെങ്കിലും കരയോ എന്നുള്ള രീതിയിൽ എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അല്പസമയത്തിന് ശേഷം അതാ പുതിയാപ്പിള ചെക്കൻ ആ ഒരു വലിയ കാറിൽ വന്നിറങ്ങുന്നു. അജ്മൽ അവരെ സ്വീകരിച്ച് അകത്തേക്ക് വിളിക്കുന്നു. അവർക്ക് വേണ്ടി വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. സന്തോഷത്തോടെ എല്ലാവരും അത് നോക്കിയിരിക്കുന്നു പുതിയാപ്പിളിനെ. അവിടെ ഉണ്ടായിരുന്ന
പെണ്ണുങ്ങളെല്ലാം പ്രത്യേകിച്ച് നോക്കുന്നു. അങ്ങനെ അതാ നിക്കാഹിനുള്ള സദസ്സാണ് അവിടെ അരങ്ങേറുന്നത്. നിക്കാഹിന് വേണ്ടി പുതിയാപ്ല ചെക്കൻ അതാ നേരെ സ്റ്റേജിലേക്ക് കയറുന്നു. ഉപ്പയില്ലാത്തത് കൊണ്ട് കൈ കൊടുക്കേണ്ട ഡ്യൂട്ടി അജ്മലിനാണ്. എന്നാൽ അജ്മലിന് വല്ലാത്തൊരു സങ്കടം. എന്തെന്നറിയില്ല, തൻ്റെ പെങ്ങളുടെ മനസ്സ് അറിഞ്ഞ് എനിക്ക് വിവാഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സ് ശോകമുഖമാണ്. അവൾക്കിത് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ്. പക്ഷേ എന്തു ചെയ്യും, ഇത്രയും വലിയ കല്യാണം എല്ലാവരെയും വിളിച്ചു വരുത്തി. അങ്ങനെ അതാ ചെക്കൻ്റെ ആളുകളെല്ലാം അങ്ങോട്ട് കയറി വരുന്നു. അതിൽ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ബുഷിയെ തേടി വന്നു. എവിടെ ബുഷി, നീയേ? നിന്നെ അണിയിച്ചൊരുക്കണ്ടേ? ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇവിടുത്തെ ഡ്രസ്സിൽ ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞാൽ മഹർ അണിയിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കുറച്ച് ആളുകൾ അതാ കൂട്ടി ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വലിയൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ബുഷിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നില്ല. ഈ സമയം അതാ നിക്കാഹിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് പുതുമണവാളൻ കയറി വരുന്നു. എന്നാൽ അജ്മലും ഉമ്മയോട് പറഞ്ഞു, ഉമ്മ മോനെ എന്നാൽ അതിലേക്ക് പ്രവേശിച്ചോളൂ. ശരിക്കും ആ ഉമ്മാക്കും സങ്കടമുണ്ട് പൊന്നുമോൾ പോവുകയാണെന്ന് ഓർത്തപ്പോൾ. എന്നാൽ അജ്മലിന് ഏറ്റവും കൂടുതൽ സങ്കടം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാമിൽ അവളെ നിക്കാഹ് കഴിക്കാത്തത് കൊണ്ടാണ്. അതാണ് അജ്മലിന് സങ്കടം. ശരിക്കും ഷാമിൽ വളരെയധികം പ്രയാസപ്പെട്ടു. ഭക്ഷണം കഴിക്കുവാൻ എല്ലാവരും വിളിച്ചെങ്കിലും അവന് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നിയില്ല. അവൻ വെറുതെ അവിടെ പോയിരുന്നു. ശരിക്കും ഒരു മനുഷ്യ ശരീരം നടക്കുക എന്നല്ലാതെ മനസ്സ് മുഴുവൻ മറ്റെവിടെയോയായിരുന്നു അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. പുതിയാപ്പിളയും വന്നു. അതിനിടയിൽ ഒരു നോട്ടം അതാ അവൻ കാണുന്നു. എൻ്റെ ബുഷിയെ കല്യാണം കഴിക്കുന്ന ആ ചെക്കനെ അവൻ ഒരു നോട്ടം മാത്രം നോക്കി. കോട്ടും സ്യൂട്ടും അണിഞ്ഞ് അതാ ഒരു പുതിയാപ്പിള ചെക്കൻ, അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള വലിയൊരാൾ. ഡോക്ടറല്ലേ, കണ്ടാൽ നല്ല ലുക്കുണ്ട്. അല്ലെങ്കിലും എൻ്റെ ലുക്ക് എന്താപ്പോ, അവനെ അല്ലെങ്കിലും ബുഷിക്ക് പറ്റിയ ആൾ അവൻ തന്നെയായിരിക്കും. അല്ലാ, അവൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങി. ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷാമിലിൻ്റെയും അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് പിടച്ചുപോയി. റബ്ബേ, എൻ്റെ ഒരൊറ്റ വാക്കാണ് എല്ലാത്തിനും കാരണം. ഞാനന്ന് അവരെ ഏറ്റെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഈ സദസ്സിൽ പുതുമണവാളനായി നിൽക്കേണ്ടവനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോഴാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ശരിയായി. ഇപ്പോൾ ഉപ്പാക്കും എല്ലാവർക്കും ആഗ്രഹം എൻ്റെ നിക്കാഹ് നടത്തണമെന്നത് തന്നെയാണ്. പക്ഷേ റബ്ബേ, അപ്പോഴേക്കും ബുഷിയുടെ നിക്കാഹിനുള്ള സമയമായല്ലോ അല്ലാ. അവൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.